ജീവിതത്തിൽ പല പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും കടങ്ങളും പ്രയാസങ്ങളുമായിട്ട് കഴിയുന്നവരാ. ഇതിനാ വന്നേ ഇന്നത്തെ ദുആയിൽ പങ്കെടുക്കാൻ. ഈ മജ്‌ലിസിൽ പങ്കെടുത്താൽ എന്റെ കടത്ത് മാറാനുള്ള ഒരു വഴി അല്ലാഹ് തുറന്നു തരുമല്ലോ, എന്റെ ബിസിനസ്സിൽ ബർക്കത്ത് ഉണ്ടാകുമല്ലോ, എനിക്ക് സമാധാനമുള്ള ഒരു ജീവിതം കിട്ടുമല്ലോ. ഇന്ന് ജീവിതത്തിൽ ഇല്ലാത്ത ഒരു സാധനം സമാധാനമാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനമില്ലടോ ഇന്ന് മനുഷ്യന്. ഇത് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? അധികാരം കൊണ്ട് വാങ്ങാൻ പറ്റും? ഇല്ലടോ. ഈ സമാധാനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിഅമത്താണ്. അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു വലിയ നിഅമത്താണ് സമാധാനം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പറക്കം നൽകുമാറാകട്ടെ. സമാധാനം ഉണ്ടോ? നമുക്ക് സമാധാനം കിട്ടാനുള്ള വഴികളുണ്ടല്ലോ. സമാധാനം കിട്ടുന്ന വഴി, ഒരു വഴി ഞാൻ പറയാം. നമുക്കെല്ലാവർക്കും വീടുണ്ട്. വീടില്ലേ? വീടില്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. വീടുണ്ട്. ലക്ഷങ്ങൾ ചിലവഴിച്ചൊരു വീട് കിട്ടിയിട്ടുണ്ട് ഞാനും നിങ്ങളും. എന്നാൽ ഖുർആൻ പറയുന്നു വീട് സമാധാനം തരുന്ന ഇടമാണ്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. ഖുർആൻ പറഞ്ഞത് വീട് സമാധാനം കിട്ടി തരുന്ന ഒരു സ്ഥലമാണെന്നാ പറഞ്ഞത്. പക്ഷെ നമ്മുടെ വീടിനകത്ത് സമാധാനം ഉണ്ടോ? ഇല്ല. വീട്ടിൽ ചെന്നാൽ റഹ്മാനായ അല്ലാഹുവേ എന്താ അവസ്ഥ? ലക്ഷങ്ങളെ ചെലവഴിച്ചു, വില കൂടിയ ഗ്രാനൈറ്റുകൾ കൊണ്ടുവന്നു, മനോഹരമായി 5 സ്റ്റാർ ഹോട്ടലുകളെ പോലും പരാജയപ്പെടുത്തുന്ന രീതിയിൽ ബെഡ്റൂം, AC, ഡബിൾ കോട്ട്, കട്ടിൽ, കറങ്ങുന്ന ലൈറ്റുകൾ, എന്തൊക്കെ അൽഹംദുലില്ലാ, സ്വിമ്മിംഗ് പൂൾ, ഗാർഡനുകൾ, എന്തല്ല AC, അടുക്കളയിൽ വരെ കക്കൂസിനകത്ത് വരെ AC വെക്കുന്നവരുണ്ട്. ഉറക്കം ഉണ്ടോടാ? സമാധാനം ഉണ്ടോടാ? ഇല്ല. എങ്ങനെ നിനക്ക് സമാധാനം കിട്ടും? കിട്ടൂല. സമാധാനം കിട്ടുന്ന രണ്ടാമത്തെ കാര്യം, മക്കളുടെ മുഖത്ത് നോക്കിയാൽ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന മക്കളുടെ മുഖത്ത് നോക്കിയാൽ സമാധാനം കിട്ടും. ഏതു വാപ്പയ്ക്ക് ആ മകന്റെ മുഖത്ത് നോക്കുമ്പോ സമാധാനം വരുന്നേ? പടച്ചവനെ കുരുവിക്ക് കൂട് വെച്ചതുപോലെ ഇത്രയും മുടിയും, ഫ്രണ്ടിൽ കുറെ തൂക്കിയിട്ടിരിക്കുന്നു, പെണ്ണും പിള്ള പുറകിൽ കുറച്ച് തൂക്കിയിട്ടിരിക്കുന്നു. ഇത്ര വ്യത്യാസം. ആൺകുട്ടിയുണ്ട്, പെൺകുട്ടിയുണ്ട്. പെൺകുട്ടിയുടെ ബാക്കിൽ മുടി, നിന്റെ മകന്റെ മുമ്പിൽ മുടി. കീറിയ പാൻറ്. അള്ളാഹു നമ്മളുടെ മക്കളുടെ ദാരിദ്ര്യം അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. എന്റെ പൊന്നാര വാപ്പ, നീ നിന്റെ മോന്റെ പാൻറിലൊന്ന് നോക്കണം. അള്ളാനെ ഓർത്തിട്ട് സങ്കടമുണ്ട് കേട്ടോ. ഓൻ കീറിയ പാൻറ് വിട്ടുകൊണ്ട് നടക്കണില്ലേ വാപ്പ? നീ ഇത്രയും പിശുക്കനായിപ്പോയി. എന്റെ ഉപ്പമാരോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ മകന്റെ ദാരിദ്ര്യം ഒന്ന് മാറ്റി. അവന് കീറാത്ത ഒരു പാൻറ് മേടിച്ചുകൂടെ? താത്താമാരോട് പറയുന്ന പാൻറ് കഴുകുമ്പോഴെങ്കിലും ഒന്ന് തച്ചുകൂടെ? കാരണം കീറിയ പാൻറ് കഷ്ടം. യാചിക്കാൻ വരുന്നവന്റെ കോലൊക്കെ കീറിയിട്ട വരുന്നെങ്കിലേ വല്ലതും കിട്ടത്തുള്ളൂ. നിന്റെ മോന് നടക്കുന്നത് അങ്ങനെ കീറിയ പാൻറ് വിട്ടോണ്ട്. സുബ്ഹാനല്ലാഹ്. അവന്റെ മുഖത്ത് നോക്കിയ അല്ലാഹു അലം. എന്നാ അയൽവാസിയുടെ മകനെ കാണുമ്പോ മോനെ മുത്തേ, അവന്റെ മുഖത്ത് നോക്കുമ്പോ സന്തോഷമുണ്ട്. സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കിയ സന്തോഷമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3, ഖുർആൻ പറയുന്നു കല്യാണം കഴിച്ച സമാധാനം കിട്ടും. എന്ത് കഴിച്ച? പറ കാക്കാമാരെ. സമാധാനം കിട്ടാനുള്ള 3ാമത്തെ വഴി എന്ത്? കല്യാണം കഴിച്ച സമാധാനം കിട്ടും. കിട്ടുന്നുണ്ടോ? എന്നാണോ ഉസ്താദെ കല്യാണം കഴിച്ചത് അന്നത്തോടു കൂടി അത് പോയെന്നാ ഞാനെന്തെങ്കിലും പറയണം. കല്യാണം കഴിഞ്ഞു, 10 മണിയായിട്ടും പോന്നില്ലേടാ, ഇത്തിരി കൂടെ കഴിയട്ടെ, വീട്ടിൽ പോകാൻ വയ്യ. അല്ലാഹു അലം. അല്ലാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. ആമീൻ പറ. സ്വർഗത്തിൽ നമ്മുടെ ഭാര്യമാരെ അല്ലാഹു ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കും. ആര്യാരെ പൊക്കിക്കോ, പെണ്ണുമ്പിള്ള കാണുന്നുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. എല്ലാരും നോക്കിക്കോ, ഭാര്യ എല്ലാരും ചോദിക്കും എന്താ പൊക്കാഞ്ഞെന്ന്. എടാ, അധികം പേരും കൈപൊക്കാത്തതിന്റെ കാരണം എന്തെന്നറിയോ? ഇവള് സ്വർഗത്തിലുണ്ടെന്ന് അടിക്കണം. ഇവിടെ തന്നെ സഹിക്കാൻ പറ്റണില്ല പടച്ചന്, അവിടെ ഉണ്ടോന്ന്. ശരി, കൈപൊക്കിയോടാ. ശരീക പെണ്ണുപിള്ള കയറും. അല്ലാഹു നമ്മുടെയൊക്കെ നന്നാവൂന്നേ. നമ്മുടെ ഭാര്യമാരൊക്കെ നല്ലവരാ. അവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ. ഈ ദുനിയാവിൽ ഏറ്റവും വലിയ സുഖം കുടുംബ ജീവിതത്തിനാണ്. അതിനേക്കാളും വലുതൊന്നുമില്ലടോ. എല്ലാവർക്കും സ്വർഗത്തിൽ പോണ ആഗ്രഹം. നിങ്ങൾക്കറിയാം, ഞാനൊരു കഥ പറയാം.
ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിലൂടെ നടന്നു പോവാ. ആദം നബിയെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു സ്വർഗത്തിൽ കടത്തിവിട്ടു. ആദം നബി സ്വർഗത്തിലൂടെ നടന്നു പോകുന്നുണ്ട്. ആദം നബിയുടെ മുഖത്ത് നോക്കിയപ്പോ എന്തോ ഒരു സന്തോഷമില്ല. ആ ചങ്ങാതി സ്വർഗത്തിൽ കൂടെ നടന്നു പോയിട്ട് പോലും സന്തോഷമില്ല. ആലോചിക്ക്. അള്ളാഹു ചോദിച്ചു, ആദമേ നിനക്ക് എന്ത് പറ്റി? എന്താ നിനക്കൊരു പ്രയാസം? എന്തോ ഒരു കുറവുള്ളത് പോലെ അല്ലാഹ്. ആദം നബി പറഞ്ഞ മറുപടി, അല്ലാഹ് ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല അല്ലാഹ്. എവിടെ വെച്ചാ ഇത് പറഞ്ഞ? സ്വർഗത്തിൽ വെച്ച്. ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെ കൊടുത്തപ്പോ പറഞ്ഞു, ഇപ്പോഴാ ശരിയായ. ഒന്ന് ആലോചിക്കുക അല്ലാഹ്, ഇതാടോ കുടുംബജീവിതം? നമ്മുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ കീരിയും പാമ്പിനും പോലെ, പിന്റെയും പാകിസ്ഥാനും പോലെ നമ്മൾ വീട്ടിൽ കയറി കഴിഞ്ഞ ബദർ യുദ്ധം അവിടെ. സുബ്ഹാനല്ലാഹ്. ഖുർആൻ പറഞ്ഞത് കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന്. നിനക്ക് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ നീ മനസ്സിലാക്കണം, നിന്റെ ജീവിതത്തിൽ എന്തോ പോരായ്മയുണ്ട്. അള്ളാഹു തിരുത്താൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ പറ. ജോളിയെ മറന്നുപോയോ? ജോളി ചേച്ചിയെ മറന്നുപോയോ? നമ്മുടെ പെണ്ണുമ്പിള്ളക്ക് എപ്പോഴാ തോന്നണെന്ന് അറിയത്തില്ല. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സ്വാരിഹത്തുകളാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നില്ല, എൻ്റെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു കാര്യം പറയാം. പെണ്ണിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങളും തീരും. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയും? ഏതൊരാണിൻ്റെയും ഒരാഗ്രഹമാണ്, ഞാൻ വരച്ച വരയിൽ എൻ്റെ ഭാര്യ നിൽക്കണം. ആഗ്രഹല്ലേ? ആഗ്രഹല്ലേ? ഞാൻ വരച്ച വരയിൽ തന്നെ എൻ്റെ ഭാര്യ നിൽക്കണം. ഇതൊരാണിൻ്റെ ആഗ്രഹമാണ്. കിയാമത്ത് നാൾ വരെ നിന്നെ കൊണ്ട് അതിന് പറ്റത്തില്ല. നീ വേണമെങ്കിൽ വരെ കയറി നിന്നോ, അവള് കയറി നിൽക്കൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാ. കാരണം അള്ളാഹു അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് വളഞ്ഞ ഒരു എല്ലിൽ നിന്ന്. കൂടുതൽ വളച്ചാലും ഒടിയും, കൂടുതൽ നോക്കാൻ നോക്കിയാലും പണിയാ. വളയ്ക്കാൻ വേണ്ട, നോക്കാൻ വേണ്ട, അങ്ങനെ അങ്ങ് പോയാൽ മതി. അതാ മനസ്സിലാക്കേണ്ടത്. പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനെ. പെണ്ണിന് ചില സ്വഭാവമുണ്ട്, അത് മാറൂല. പെണ്ണുങ്ങൾക്ക് ചില സ്വഭാവമുണ്ട്, കൂടെ നടന്നാൽ പോലെ പഠിക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാ. പള്ളിയിൽ വന്ന് നിസ്കരിച്ചു. വീടിനകത്തേക്ക് കയറുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വാതിലിൽ തടഞ്ഞു നിർത്തി. എന്നിട്ട് ചോദിക്കുകയാ, ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? ചെർപ്പളശ്ശേരി വരെ പോയി എന്തോ ഒരു ആവശ്യത്തിന്, പഞ്ചായത്തിലോ വില്ലേജിലോ ഒരു ആവശ്യത്തിന് വേണ്ടി പോയി. രാവിലെ മുതൽ 10 മണി മുതൽ 1 മണി വരെ തേരാപാര നടന്നിട്ട്, പടച്ചവനെ, അവിടെ ഉള്ളവന്മാരെ എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞിട്ട് കലി തുള്ളി ഇങ്ങനെ ക്ഷീണിച്ച് വീട്ടിൽ കയറി വരുമ്പോ ഭാര്യ വീടിന്റെ വാതിലിൽ നിർത്തിയിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാന്ന് ചോദിച്ചാ, സുബ്ഹാനല്ലാഹ്, ആ സാധു ചോദിച്ചത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നബിതങ്ങളോട് ചോദിച്ചു, ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ആരെയാ? നബിതങ്ങൾക്കറിയാം. നബിതങ്ങൾ പറഞ്ഞു, എനിക്ക് നിന്നെ ആയിഷ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആയിഷ ബീബി മാറി. നബിതങ്ങൾ വീടിനകത്ത് കയറി. രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത് പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? ഇതാണ് കൗൺസിലിംഗ്. പഠിച്ചോ, പെണ്ണിനെ പറയാൻ, പെണ്ണിന്റെ സ്വഭാവം പഠിച്ചോണം. ആയിഷ ബീബി റളിയല്ലാഹു തആല ചോദിക്കുന്നു, ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? നബിതങ്ങൾ പറഞ്ഞു, നിന്റെ വാപ്പ അബൂബക്കർ സിദ്ദീഖിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആയിഷ ബീബി കെട്ടിപ്പിടിച്ചിട്ട് മുത്തം കൊടുത്തു. ഇതാ പെണ്ണ്. അവളുടെ വാപ്പ, അവളുടെ ഉമ്മ, അവളുടെ വീട്, അവളുടെ കുടുംബം. മനസ്സിലായല്ലോ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതങ്ങനെയാണ് മനസ്സിലാക്കിയാൽ മതി. അവിടെയും അടിയും ബഹളവും ഇല്ല. ക്ലാസ് ഒക്കെ ഇറച്ചിക്കറിയൊക്കെ പോയ പോക്ക് പോലും അറിയത്തില്ല. എറിഞ്ഞു പൊട്ടിച്ചില്ല ആയിഷ ബീവി. എറിഞ്ഞു പൊട്ടിച്ചു. വഴക്കും ബഹളം എന്തൊക്കെ ഇല്ലേ. ഉമറുതങ്ങള് ശൈത്താൻ വരുന്ന, ഉമർ വരുന്ന വഴി കൂടെ ഇബ്ലീസ് പോലും വരത്തില്ല, അത്രയ്ക്കും പേടിയാ. ഒരു ചങ്ങാതി, ഒരു സഹാബി തന്റെ ഭാര്യയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ പരാതി പറയാൻ ഖലീഫയുടെ വീട്ടിൽ പോയി. ഉമർ തങ്ങളുടെ വീട്ടിൽ പോയപ്പോ പടപേടിച്ച് പന്തളത്ത് പോയപ്പോ പന്തം കൊളുത്തി പടയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഉമർ തങ്ങളുടെ വീട്ടില് പരാതി പറയാൻ പോയപ്പോ സുബ്ഹാനല്ലാഹ്,
ഉമർ തങ്ങളുടെ വീടിനകത്ത് ബദറീത്ത് നടന്നുകൊണ്ടിരിക്കുക. ഈ സാധു മിണ്ടാതെ പൊക്കളഞ്ഞ്. അപ്പൊ ഉമർ തങ്ങൾ കാണുന്നുണ്ട് വന്നു പോണത്. ഈ ചങ്ങാതിയോട് ചോദിച്ചു, നീ എന്തിനാ വന്നേ? ഒന്നുമില്ലെന്നേ. ഒന്നുമില്ല. എന്തിനാ വന്നേ? എന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറയാൻ വന്നേ. അവിടെ വന്നപ്പോ പറയാതിരിക്കല നല്ലതെന്ന് തോന്നി. ഇതാ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് അടിയും വഴക്കും ബഹളമൊക്കെ വേണം. ചട്ടിയും കലവുമായ തട്ടിമുട്ടിയൊക്കെ കിടക്കും. പക്ഷെ അത് പറഞ്ഞ് അവസാനിപ്പിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഭാര്യ കരഞ്ഞ തീരണം, അത്രേ ഉള്ളൂ. എത്ര വലിയ പിണക്കവും വാശിയും ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ തീരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീബിയും വഴക്കുകൂടി പിണങ്ങി. നബിതങ്ങളുടെ ചരിത്രം പറയണേ കേട്ടാ. നബിതങ്ങളും ആയിഷ ബീവി എന്തോ പറഞ്ഞു വഴക്കുകൂടി പിണങ്ങി. ആ പിണക്ക് ഇത്തിരി നീണ്ടുപോയി. സാധാരണ ഒറ്റ ദിവസം രാത്രി തീരും. പക്ഷെ ആ പിണക്ക് ഇത്തിരി നീണ്ടു. മധ്യസ്ഥനായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നു. മധ്യസ്ഥൻ വരണമല്ലോ. ഒന്ന് കൂട്ടുകാരനുമാണ്, രണ്ട് ഭാര്യയുടെ വാപ്പയുമാണ്. അബൂബക്കർ തങ്ങൾ വീട്ടിൽ കയറി വന്നു. നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ആദ്യം നീ പറ. മനസ്സിലാക്കി കേട്ടോ, നമ്മൾ അങ്ങനല്ല. ഭാര്യയുടെ വീട്ടുകാർ മിണ്ടരുത്, ഭർത്താവ് പറയും. നബി തങ്ങൾ എന്ത് പറഞ്ഞു? ആയിഷ നിനക്ക് പറയാനുള്ളത് നീ പറ ആദ്യം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയാൻ തുടങ്ങി. ഇങ്ങനെ പറഞ്ഞു വന്നിരിക്കുന്നത് ഭർത്താവ്, രണ്ട് വാപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തോ ഒരു വാക്ക് പറഞ്ഞു. പറയാൻ പാടില്ലാത്തൊരു വാക്ക്. എന്തോ നബി തങ്ങളെ പറയാൻ പാടില്ലാത്ത എന്തോ ഒരു ചെറിയൊരു വാക്ക് ഇങ്ങനെ പറഞ്ഞു. അബൂബക്കർ തങ്ങൾക്ക് സഹിച്ചില്ല. എഴുന്നേറ്റിട്ട് കൊടുത്ത ആയിഷ ബീവിയുടെ മുഖത്ത്. മധ്യസ്ഥ പറയാൻ വന്ന വാപ്പ ഭർത്താവിന്റെ മുന്നിൽ വെച്ച് തല്ലി. ആയിഷ ബീവി കരയാൻ തുടങ്ങി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കരയുന്നത് കണ്ടപ്പോ പിണങ്ങി നിന്ന നബി അടുത്തു വന്നു. ആയിഷ ബീവിയെ ചേർത്ത് പിടിച്ചു, കണ്ണുനീര് തുടച്ചു കളഞ്ഞു. എന്നിട്ട് അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, മധ്യസ്ഥ പറയാൻ വന്നാ മധ്യസ്ഥ പറയണം. എന്റെ പെണ്ണുമ്പിള്ളയെ തല്ലാൻ നിനക്ക് ആരാ അവകാശം തന്നെ? അബൂബക്കർ തങ്ങൾ കുടുങ്ങി. ഇതാണോ കുടുംബം? ഇതാണ് കുടുംബം. വാശിയും വൈരാഗ്യവും കണ്ണ് നിറഞ്ഞ തീരണം. അത്രയേ ഉള്ളൂ. അള്ളാഹു നല്ല ജീവിതം നൽകുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു നല്ല ജീവിതം നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീടിൻ്റെ അകത്ത് സമാധാനമില്ല. ഭാര്യയും ഭർത്താവും കണ്ടാൽ പടച്ചവനെ ശത്രുക്കളെ പോലെ. ഒരു ഉമ്മയുടെ വയറ്റിൽ കിടന്ന മക്കള് തല്ലുക പരസ്പരം. എത്ര കിട്ടിയിട്ടും സമ്പത്തുണ്ട്, ബറക്കത്തില്ല. ഭക്ഷണം കഴിക്കുന്നുണ്ട്, വയറ് നിറയണില്ല. മനോഹരമായ വീടുണ്ട്, ഉറങ്ങാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. കന്നിമൂലയും അല്ലെങ്കിൽ വാതിൽ അങ്ങോട്ട് വന്നത് മാത്രമല്ല, അതിന്റെ പുറകിലാണല്ലോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. യഥാർത്ഥത്തിൽ നമ്മുടെ വീടിന്റെ അകത്ത് സമാധാനമില്ലാത്തതിന്റെ കാരണം 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് തേങ്ങുമെന്നാണ്. ആ കണ്ണുനീര് നിങ്ങൾക്ക് ശാപമാ. ആ കണ്ണുനീരിന് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഒന്നാമത് കരയുന്നത് ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ നാട്ടുകാരെ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുന്നു. നിസ്കരിക്കാൻ ആളില്ല. ഈ പള്ളി തേങ്ങുമെന്നാണ്, പള്ളി കരയുമെന്നാണ്. ആ പള്ളി കരഞ്ഞാൽ നാട്ടുകാരറിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാ പള്ളി കരയും. പള്ളി കരഞ്ഞ ഈ നാട്ടുകാരറിയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ പള്ളി കരയും. 1. 2, ഖുർആൻ കരയും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കരയും. എന്തിന്? ഓതാതെ വന്നാൽ. നിന്റെ വീടിന്റെ അലമാരിയുടെ അടിയിലാണ് ഖുർആൻ കിടക്കുന്നത്. ചെലന്തി വരെ അടിച്ചു കിടപ്പുണ്ട്, പൊടിയടിച്ച് കിടക്കുന്നുണ്ട്. തൂക്കാറുണ്ടോ? ഇന്നത്തെ ദിവസം ഖുർആൻ കൈകൊണ്ട് തൊട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ അവസ്ഥ
ഇതാണ് നമ്മുടെ അവസ്ഥ. ആലോചിക്കേ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തുറന്നു ഓതാതെ വന്നാൽ ഖുർആൻ കരയും. നിന്റെ വീടിനകത്തിരുന്നിട്ട് അള്ളാന്റെ ഖുർആൻ കരഞ്ഞാൽ ആ വീട് കത്തിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. ആ വീടിനകത്ത് എങ്ങനെ നിനക്ക് സമാധാനമുണ്ടാകും? എങ്ങനാ നിനക്ക് സമാധാനം കിട്ടുക? ഒരു നല്ല ജീവിതം ഉണ്ടാവുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു പറയുന്നു, വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻഖാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, ഈ മനുഷ്യ ഖുർആനിനെ നീ നിസ്സാരമാക്കുമ്പോ, അതിനെ ഓതാതെ വരുമ്പോ, അതിനെ പരിഗണിക്കാതെ വരുമ്പോ നിന്റെ വീടിനകത്ത് അല്ലാഹു ഇടുക്കം തരികയാ. ദുനിയാവിലെ ജീവിതം എടുക്കുകയാണ്. സമ്പത്തില് ബറക്കത്തില്ല, കുടുംബ ജീവിതത്തില് ബറക്കത്തില്ല, മക്കളിൽ ബറക്കത്തില്ല, വീടിനകത്ത് ബറക്കത്തില്ല. അല്ലാഹുവേ പടച്ചവനെ, നിനക്ക് പ്രയാസമാണ്, പ്രയാസമാണ്, രോഗങ്ങളും ബുദ്ധിമുട്ടുകളും റബ്ബേ ദുനിയാവിലെ ജീവിതം അങ്ങും മടുക്കുകയാ. മരിച്ചാ മതി പടച്ചവന്. ഉസ്താദേ, എന്നാണിതും അവസാനിക്കുന്നത്? സന്തോഷത്തോടെ ഒന്നുറങ്ങാൻ പറ്റുന്നതെന്നാണ്. കടം മാറുന്നില്ലല്ലോ, കച്ചവടം നേരെയാകുന്നില്ലല്ലോ, ഭാര്യയും ഭർത്താവും തമ്മിലടിയാണല്ലോ, മക്കളുടെ ശത്രുക്കളെ പോലെയാണല്ലോ, കിടന്നിട്ടുറക്കം വരുന്നില്ലല്ലോ, കഴിച്ചിട്ട് വയറ് നിറയുന്നില്ലല്ലോ, കിട്ടിയാ മതിയാകുന്നില്ലല്ലോ. അല്ലാഹു നിന്റെ ജീവിതം ഇടുക്കമാക്കും. കാരണം നീ ഖുർആനിനെ കരയിപ്പിച്ചവനാ, നീ ഖുർആനിനെ കളിയാക്കിയവനാ, നീ ഖുർആനിനെ നിസാരമാക്കിയവനാ. എല്ലാ ദിവസവും നീ പത്രമെടുക്കും, പത്രം വായിക്കും, പത്രമെടുത്ത് സൂക്ഷിച്ചു വെക്കും. അല്ലാഹുവിന്റെ ഖുർആൻ തൊടില്ല. മൊബൈലിനോട് കാണിച്ചിരുന്ന പരിഗണന നീ അല്ലാഹുവിന്റെ ഖുർആനിനോട് കാണിച്ചിരുന്നെങ്കിൽ എന്നേ നമ്മൾ രക്ഷപ്പെടുമായിരുന്നു. അപ്പൊ ദുനിയാവിൽ നിന്നെ അല്ലാഹു കണ്ണുനീര് കുടിപ്പിക്കും, അല്ലാഹു നിന്നെ പ്രയാസപ്പെടുത്തും. അത് മാത്രമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഖാല റബ്ബി ലിമ ഹസർതനീ അഅമാ. പെരുങ്ങോട്ട് കുറിച്ച് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് നീ എഴുന്നേറ്റ് വരുമല്ലോ, പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നിന്റെ കണ്ണ് കാണുന്നില്ല, നിന്റെ ചെവി കേൾക്കുന്നില്ല. നീ അല്ലാഹുവിനോട് ചോദിക്കുകയാ, ഖാല റബ്ബി ലിമ ഹസർതനീ അഅമാ ഫഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ കണ്ണിന് കാഴ്ചയില്ലാതെ, ചെവി കേൾക്കാതെ, അന്ധനെ പോലെ നീ കടന്നു വരുമ്പോ അല്ലാഹുവോട് പറയുന്നു, പടച്ചവനെ, എന്റെ കണ്ണിന് കാഴ്ചയുള്ളവനായിരുന്നു, എനിക്ക് ചെവി കേൾക്കുമായിരുന്നു. അല്ലാഹുവേ, ഇന്നെനിക്ക് കാണുന്നില്ല അല്ലാ, ചെവി കേൾക്കുന്നില്ല അല്ലാ, ഇന്ന് ഞാൻ അന്ധനായി പോയി റബ്ബേ. കാരണം എന്തേ അല്ലാ? ആ സമയത്ത് അല്ലാഹു ചോദിക്കുകയാ, ദുനിയാവിൽ ജീവിക്കുമ്പോ ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോ കേൾക്കാത്തവനെ പോലെ നടന്നല്ലോ, പൊട്ടനെ പോലെ നടന്നവനല്ലേടാ, ചെവി കേൾക്കാത്തവനെ പോലെ നീ നടന്നില്ലേ, കണ്ണ് കാണാത്തവനെ പോലെ നടന്നില്ലേടാ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതാനോ കേൾക്കാനോ പഠിക്കാനോ ജീവിക്കാനോ നീ അവിടെ നിന്ന് തയ്യാറായില്ലല്ലോ. അതുകൊണ്ട് അന്ന് നീ പൊട്ടനെ പോലെ കളിച്ചത് കൊണ്ട് ഇന്ന് നിന്നെയും ഞാൻ അങ്ങനെയാക്കിയിരിക്കുകയാ. നാളെ പരലോകത്തും അല്ലാഹു പ്രയാസപ്പെടുത്തുകയാ, അല്ലാഹു പരലോകത്തും അവനെ ബുദ്ധിമുട്ടിക്കുകയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതിനെ നിങ്ങൾ നിസാരമാക്കിയാൽ, അതിനെ പരിഗണിക്കാതെ വന്നോ, അല്ലാഹു തരുന്ന ആറാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ദുനിയാവ്
ദുനിയാവും ആഖിറവും അല്ലാഹു ഇടുക്കമാക്കുകയാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നോ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നോ. പടച്ചവനെ, ഏത് മാരകമായ രോഗത്തിനും മരുന്നുണ്ട്. ക്യാൻസറിന് മരുന്നുണ്ട്, ട്യൂമറിന് മരുന്നുണ്ട്, കിഡ്നി രോഗത്തിന് മരുന്നുണ്ട്. പടച്ചവനെ, ഏത് മരുന്നെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾ സദഖ കൊണ്ട് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു. സദഖ കൊടുത്തിട്ട് ചികിത്സിക്കും ചില അടിമകൾ. എടോ, സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന് അറിയാത്ത ആരുമില്ല. ഇന്ന് വഴുത് കഴിഞ്ഞു, വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, കിടന്നുറങ്ങാൻ സമയമായി, ബാത്റൂമിനകത്തേക്ക് കയറിയപ്പോ കാല് തെറ്റി താഴെ വീണു. അല്ലാഹു കാക്കുമാറാകട്ടെ. തല പോയി തറയിലടിച്ചു. പെട്ടെന്ന് എടുത്തുകൊണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റൂല. നാളെ നേരം കൊടുക്കുമ്പോ ഈ സ്ഥാപനത്തിൽ വന്ന് ഉസ്താദിന്റെ കയ്യിൽ 2000-ന്റെ നോട്ട് കൊടുത്തിട്ട് പറയുന്നു, ഉസ്താദേ, മുത്തഅല്ലിമീങ്ങളെ വിളിച്ചിരുത്തിയിട്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കണം, വാപ്പ ഐശുവില രക്ഷപ്പെടാൻ. അപ്പൊ നിനക്കറിയാം പൈസ കൊടുത്താ ശരിയാവുന്ന. അപ്പൊ അറിയാനിട്ടല്ല, നിനക്കറിയാം അപ്പൊ സദഖ കൊടുത്താ രക്ഷപ്പെടുമെന്ന്. എന്തിനാ വാപ്പ കക്കൂസി വീഴുന്നത് വരെ കാത്തിരിക്കുന്നത്? വീഴുന്നതിന് മുമ്പ് എന്തെങ്കിലും കൊടുത്ത് രക്ഷപ്പെട്ടാ പോരെ? അതെന്താ നീ ചിന്തിക്കാത്തെ? സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തിനെ തട്ടി, വിപത്തുകളെ തട്ടി മാറ്റുമടോ. ആക്സിഡന്റുകൾ, അപകടങ്ങൾ. ഞാൻ ഇന്ന് വരുമ്പോ കുട്ടികൾ ഷരീഫൊക്കെ മൊബൈലിൽ കാണിച്ചു, ഒരു സഹോദരി പെട്ടെന്ന് ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നു, കണ്ടതും അറ്റാക്കുവന്നു. അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. 1400 കൊല്ലം മുമ്പ് നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യമാരോട് പറയണമെന്ന് നബിയനാ റസൂലുള്ളാഹി. പുതിയ ട്രെൻഡാ. ഗൾഫിൽ കിടക്കുന്നവൻ, എവിടെങ്കിലും കിടക്കുന്ന ഭർത്താവ് പറയാതെ വീട്ടിൽ കയറി വരും, സർപ്രൈസ് ഭാര്യയ്ക്ക്. അങ്ങനെ പോകാൻ പാടില്ലടോ. നബിതങ്ങൾ പറഞ്ഞില്ലേ? വെറുതെയാ പറഞ്ഞേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പറഞ്ഞിട്ടേ പോകാവൂ വീട്ടിൽ. ഭാര്യയോട് പറയണം, പറഞ്ഞിട്ട് വേണം ഭർത്താവ് വീട്ടിലേക്ക് പോകാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു ആ കുടുംബത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വൈകിട്ട് വാർത്തയിൽ കണ്ടു, ഒരു സഹോദരി ഇന്നലെ പ്രസവിച്ചു, ഇന്ന് രാവിലെ കൊണ്ടുവന്ന് കാണിക്കുന്നു ചോര കുഞ്ഞിനെയും പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെയും കൊണ്ടുവന്ന് കാണിച്ചു, വെള്ള തുണിയിൽ പൊതിഞ്ഞു കിടക്കുന്ന ഭർത്താവിനെ. ദുരന്തങ്ങൾ, വലിയ വലിയ പരീക്ഷണങ്ങൾ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ബക്കറ്റ് മുന്നിലേക്ക് കടന്നു വരുന്നു. എന്തിനാ സഹോദര? നിനക്ക് രക്ഷപ്പെടാൻ, നിനക്ക് രക്ഷപ്പെടാൻ. അല്ലാതെ സ്ഥാപനത്തിനല്ല, അത് അള്ളാഹുവിനറിയാം. അജരക്കുള്ള കാലത്തോളം എന്താ അള്ളാഹിക്കറിയാം ഇതെങ്ങനെ ഇത്രയായി, എങ്ങനെ ഇതായി ഇങ്ങനെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ബക്കറ്റുമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കള്, ഹാഫിളീങ്ങളായ മക്കള്, ഈ വെള്ളത്തുണിയും ജുബ്ബയും തൊപ്പിയും തലപ്പാവുമായിരിക്കുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ ബഹുമാനിക്കുന്ന, അവരെ ചിറക് താഴ്ത്തി ബഹുമാനിക്കുന്ന ഈ വിഭാഗമുണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് പടച്ചവനെ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുത്തോ. മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റാൻ ഈ സദഖയ്ക്ക് കഴിയുമെന്നാണ്. ഏത് രോഗത്തിനും ശിഫയാക്കാൻ പറ്റുമല്ലോ. അപകടങ്ങളെ തട്ടിമാറ്റാൻ, അപകടങ്ങളെ ദുരന്തങ്ങളെ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ, എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മാരകമായ ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, എയ്ഡ്സ് പോലെ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഇവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. ഒരു പനിയാക്കി മാറ്റണേ അല്ലാ.
ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അൽഹംദുലില്ലാ ഒന്ന് പോക്കറ്റ് കൈയിട്ടോ, അവനവന്റെ രക്ഷയ്ക്ക് അവനവന്റെ കൈകെട്ടിയിരിക്കാതെ അടിക്ക് ചങ്ങാതി, ഒന്നഴിച്ചോ, ലാഭമേ ഉള്ള നഷ്ടമില്ല. തലയുടെ മുകളിൽ മലക്ക് സാക്ഷിയാ. സദക്ക കൊടുത്താൽ മലക്ക് ദുആ ചെയ്യും, കൊടുക്കാതിരുന്നാൽ അപ്പോഴും ദുആ ചെയ്യും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ചങ്ങാതി, ബക്കറ്റ് കൊണ്ടുപോകുന്ന ചങ്ങാതി, ഈ ബക്കറ്റ് കൊണ്ടുപോകുന്നത് നിനക്ക് വീട് കെട്ടാനല്ല. നീ സമാധാനത്തോടെ എല്ലാവരുടെ മുന്നിൽ പോയി നിന്ന് പൈസ വാങ്ങി നീ സ്വർഗത്തിൽ പോകും. സ്വർഗം മതിയോ? എന്ന സമാധാനത്തിൽ പൊക്കോ. അൽഹംദുലില്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോ 6ാമത്തെ ശിക്ഷ ദുനിയാവും ആഖിറവും അല്ലാഹു ഇടുക്കമാക്കി കളയും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. സമയം 10 മണിയായി. ഇൻഷാ അല്ലാഹ് ഇനി എന്താ ദുആ ചെയ്യട്ടെ. ഇത്തിരി നേരം കൂടി ഇരിക്കൂ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമില്ല നിങ്ങൾക്കൊക്കെ? ആഗ്രഹമുണ്ട്. എന്തായാലും കഷ്ടപ്പെട്ട് വന്നതല്ലേ. അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതിയ നിങ്ങൾ സ്വർഗത്തിൽ പോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഓതിയ നിങ്ങൾ ഉറപ്പായിട്ടും സ്വർഗത്തിൽ പോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ അത് ഓതുവോ? വിശക്കുന്നവനാ ഭക്ഷണം കൊടുക്കേണ്ടത്, അല്ലാത്തവന് കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനല്ലേ? ഓതുമോ ഇല്ലേ? ഒരായത്താ ഞാൻ ചോദിച്ചേ, ഒരു സൂറത്തല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മ. ആ ആയത്തല്ല കേട്ടോ. മനസ്സിലായില്ലേ? ആയത്താണോ? അല്ല. കാരണം ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. ഒരു പേജില്ലേടാ ആയത്ത്? ഒരു പേജ് ഉണ്ട് ആയത്ത്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. ഒരായത്ത് പഠിക്കാൻ അറിയത്തില്ല. യുസീക്കുമുല്ലാഹു എന്ന് പറയുന്ന ആയത്തെടുത്ത് വെച്ചിട്ട് പഠിക്കാൻ പറയണം എന്റെടാ മക്കള്. അല്ലേ? മുത്തഅല്ലിമിന്റെ ഒരു ഹാഫിളിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ യുസീക്കുമുല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസ. ഈ ആയത്തെടുത്ത്, ആ 2 ആയത്തെടുത്ത് വെച്ചിട്ട് കാണാതെ പഠിക്കാൻ പറയണം. ഇരുന്ന് തപ്പണ കാണാം. എടേടാ മക്കളെ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ കുറെ കാലം മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, വയനാട് ഒരു സ്ഥലത്ത് വയലിന് പോയി പ്രസംഗിച്ചു. ഇങ്ങനെ പിരിവ് തുടങ്ങിയപ്പോ മഴ പെയ്യുന്നുണ്ട്. ആ മഴ പെയ്യുന്ന സദസ്സിൽ കപ്പലണ്ടി വിറ്റുകൊണ്ടൊരു പയ്യൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിരിവിന്റെ സമയമായപ്പോ ഇവൻ നേരെ സ്റ്റേജിൽ കയറി വന്നിട്ട് ആ കപ്പലണ്ടി വിറ്റ കാശ് എന്റെ കൈ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്യാൻ. ഞാൻ ചോദിച്ചു, എന്ത്? എനിക്ക് ഹാഫിളാകണം. കപ്പലണ്ടി വിറ്റുകൊണ്ട് നടന്നവനാ അജ്മലി. അന്ന് ആ മജ്ലിസിൽ കയറി വന്നു, കപ്പലണ്ടി വിറ്റ കാശ് തന്നു. ഞാൻ അന്ന് അവന്റെ തലയിൽ കൈവച്ചിട്ട് ആ സദസ്സിൽ വെച്ച് ഞാൻ ദുആ ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞു. 2 ആഴ്ച മുമ്പ് ഞാൻ വയനാട് ഒരു സ്ഥലത്ത്, കൊടുവള്ളിക്കടുത്തൊരു സ്ഥലത്ത് വഴുതിന് പോയപ്പോ എൻ്റെ അടുക്കൽ വന്ന് ചിരിച്ചുകൊണ്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നപ്പോ എൻ്റെ സുഹൃത്ത് നിസാമി ഉസ്താദ് ചോദിച്ചു, ഉസ്താദെ ഇവനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഈ പയ്യനെ, ഈ അജ്മലിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞില്ല. 9 കൊല്ലം മുമ്പ് വഅലിന്റെ സദസ്സിൽ കപ്പലണ്ടി വിട്ട് നടന്ന പയ്യനാ ഉസ്താദ്. ഇന്നവൻ ഹാഫിളായി, അവൻ ദൗറ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു ആ പൊന്നുമോന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇതൊക്കെ മനുഷ്യന്റെ അവസ്ഥ ഇതാന്ന് എന്ന് ചിന്തിച്ചു നോക്കിയേ. അള്ളാഹു കൊടുക്കുന്നൊരു നിഅമത്ത്, അള്ളാഹു കൊടുക്കുന്നൊരു ഭാഗ്യം. അള്ളാഹുവിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് സത്യം പറഞ്ഞ ജീവിതത്തിൽ രക്ഷപ്പെടാൻ അള്ളാഹു കണ്ടപ്പോൾ ഒരു സന്തോഷം പറഞ്ഞാൽ തീർക്കില്ല. വലിയൊരു സന്തോഷമായി പോയി. കാരണം നമ്മൾ കാരണം ഒരാൾ അതാ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഓതിയ ഞാനും രക്ഷപ്പെടും, നിങ്ങളും രക്ഷപ്പെടും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? അള്ളാഹുവേ, ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ആരൊക്കെ ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നു, മരിക്കുന്ന സമയം ഈ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന അതേ ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി പറ, ഓതുവോ?
ഇത്ര സൗണ്ടേ ഉള്ളൂ. റോഡി ജയ് വിളിക്കുന്നതിനേക്കാളും ശബ്ദമുണ്ട്. നിനക്ക് ഷഹാദത്ത് കലിമ പറയണം, ഇതേ ശബ്ദത്തിൽ പറ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതൂല്ലേ? എന്താ പ്രതിഫലം? ഓസിനാരും ഓതണ്ടോ? സ്വർഗം മിന്നല്ലേ? സ്വർഗം മരിച്ചതിന് ശേഷമല്ലേ? ദുനിയാവി കിട്ടുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞുതരാം. ഓസിനൊന്നും ഓതണ്ട. ഈ ആയത്ത് നിങ്ങളാരും ഓസിനോദണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഒരായത്തിന്റെ മഹത്വം പറയാം. 6600 പരം വരുന്ന ആയത്തിന്റെ മഹത്വമല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്തിന്റെ മഹത്വമാണ് ഞാൻ പറയുന്നത്. നബി ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ. എന്താണ് പ്രതിഫലമെന്നറിയുമോ? ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ടുപാടാൻ തോഴിമാറ് പലരുണ്ട്. കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാബീട്. കൊതിയുണ്ട് വല്ലപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. അല്ലാഹുവിന്റെ സ്വർഗമുണ്ടടാ ചെറുപ്പക്കാരാ, പെങ്ങളെ. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്താ ഞാൻ പറയുന്നത്. ഇത് പാരായണം ചെയ്താ നിനക്ക് സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്. അത് ദുനിയാവിൽ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം പറയാ. എന്റെ പ്രിയപ്പെട്ടവര്, ഈ ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നല്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നല്ല. പിന്നെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമെന്താ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ച അവസാനം ഈ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട് അവസാനമായിട്ട് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണ്ട, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണ്ട. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖസിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് വിജയിച്ചവനെന്ന് ഖുർആൻ പറയുകയാണ്. ഏറ്റവും വലിയ അഭിലാഷമെന്ത്? അള്ളയല്ലേ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ, നിങ്ങൾ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവൂ, അല്ലാതെ നിങ്ങൾ മരിക്കല്ലേ. വവസാ ബിഹാ ഇബ്രാഹീം ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രവാചകന്മാര് തന്നെ മക്കളോട് വസിയ്യത്ത് ചെയ്യുകയാ, മുസ്ലിമായിട്ടേ മരിക്കാവൂ, മുസ്ലിമായിട്ടേ മരിക്കാവൂ. പ്രവാചകന്മാര് ദുആ ചെയ്തല്ലോ, റബ്ബിഖദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ്. അവസാനം പറയുന്നു, തവഫനി മുസ്ലിമാ. മുസ്ലിമായി
ഈമാനുമായിട്ട് മരിപ്പിക്കണം തമ്പുരാനെ. ഈമാനുള്ള മരണം തരണം തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിലെ ആയത്തോതുമെന്ന് തീരുമാനിച്ചവരെ, ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ചവര്, ഖുർആനിനെ ബഹുമാനിക്കുമെന്ന് തീരുമാനിച്ചവര്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തരുന്ന പ്രതിഫലം ഒരായത്തിന്റെ പ്രതിഫലമടോ, ഒരായത്തിന്റെ പ്രതിഫലമടോ. ഈ മനുഷ്യനെ കാണുമ്പോ, ഈ ഹാജിയാരെ കാണുമ്പോ അത്ഭുതം തോന്നാറുണ്ട്. ഈ സ്ഥാപനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യന്, ഈ സ്ഥാപനത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യന് പടച്ചവനെ അല്ലാഹു ഇവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ചൊന്ന് ചിന്തിക്കണോ. ഈ സ്ഥാപനത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഇതിന്റെ സംഘാടകർ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമെന്ന് ചിന്തിക്കണോ. മക്കളുടെ ദുആ വേണ്ടല്ലോ, ഭാര്യയുടെ ദുആ വേണ്ടല്ലോ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരൊറ്റ വിദ്യാർത്ഥികളുടെ ദുആ പോലെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അല്ലാഹുവേ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് പറഞ്ഞവര്, ഇൻഷാ അല്ലാഹ് പറഞ്ഞവര്, അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണമാ. അതിനെക്കാലം വേറെ ഒന്നുമില്ലല്ലോ, അതിനെക്കാലം വേറെ ഒന്നുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, സിറാജ് വലിയവനാകുന്നത് എപ്പോഴെന്നറിയോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ വഴുതിന് കയറുമ്പോ ആരോ പറഞ്ഞു പ്രഭാഷണ തലയിൽ എന്തോ ആനയെന്ന്. ചുമ്മാതെ എടാ, ഞാൻ എപ്പോഴാ നല്ലവനാകുന്നറിയോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് പുകഴ്ത്താനും പാഴ്ത്താനൊക്കെ ആളുണ്ട്, അതിലൊന്നും ഒരു കാര്യമില്ല ചങ്ങാതി. സിറാജ് രക്ഷപ്പെടുന്നത് എപ്പോഴെന്നറിയോ? 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് എന്റെ വീടിനകത്തെന്നെ മലർത്തി കിടത്തുമ്പോ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം, 40 പേര് നല്ലത് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എടാ, നിന്റെ മയ്യത്ത് കാണുന്നവര് പറയണം നീ നല്ലവനാണെന്ന്. നിന്റെ ജനാസയിൽ നോക്കിയിട്ട് പറയണം ഇവന്റെ ചിരി കണ്ടോ, അവന്റെ മുഖത്തെ പ്രകാശം കണ്ടോ. ഉറങ്ങുകയാ. അല്ലാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. ഒരു നല്ല മരണം ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം നല്ല മരണം. വെറുതെ പറഞ്ഞതല്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ല. പ്രതിഫലം ഞാൻ പറയാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ഇബ്നു മുആദിന്റെ ചരിത്രം അറിയുമല്ലോ. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് റളിയല്ലാഹു തആല അൻഹു 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി. സഅദ് തങ്ങൾ 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി. 36ാമത്തെ കൊല്ലം, 36ഓ 38ഓ പടച്ചവനെ തുച്ഛമായ കാലമാണ് മുസ്ലിമായി ജീവിച്ചത്. സഅദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ തുച്ഛമായ വർഷമാണ്, 6 മാസം 6 വർഷമാണ് മുസ്ലിമായി ജീവിച്ചത്. പക്ഷേ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. സഅദ് തങ്ങൾ മരിച്ചപ്പോ, സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോ അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങുകയാ. അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് നോക്കുന്നവർ പറയുന്നു ചിരിക്കുകയാ. എന്തൊരു ചിരിയാ അല്ലാഹ്, എന്തൊരു പ്രകാശമാ അല്ലാഹ്, എന്തൊരു മരണമാ അല്ലാഹ്. കാണുന്നവര് മുഴുവനും കൊതിക്കുകയാണ്, കാണുന്നവര് മുഴുവനും കൊതിക്കുകയാണ്. നിങ്ങളെ ഇങ്ങനെ ഒരു മരണമല്ലേ നിനക്ക് വേണ്ടത്? മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും നിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കണ്ടേ? എന്തൊരു വെളിച്ചമാ അല്ലാഹ്. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുത്തല്ലോ. വെള്ളിയാഴ്ച മരിച്ചില്ലേ, സുജൂദിൽ കിടന്ന് മരിച്ചില്ലേ, ഉദുവോടുകൂടി മരിച്ചില്ലേ. എത്ര വലിയ ഭാഗ്യമാരാ. എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാണ്. എല്ലാവരും കരയുകയാണ്. സഅദ് തങ്ങൾ ചിരിക്കുകയാണ്. റബ്ബേ, ജനാസ ചുമക്കുമ്പോ സഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, മയ്യത്തിന് ഭാരമില്ല നബിയേ.
അല്ലാഹുവേ റസൂലുള്ളാഹി തങ്ങള് തള്ളവരള കുത്തികെട്ട് നടന്നു പോവുകയാ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ ലോകത്തിന്റെ നേതാവ് തള്ളവരള കുത്തികെട്ട് നടന്നു പോവുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ തള്ളവരള കുത്തികെട്ട് നടക്കുന്നത്? എന്തിനാണ് നബിയേ? സഹാബാ സ്ഥലമില്ല, സ്വഹാബ നടക്കാ സ്ഥലമില്ല, സ്വഹാബ. മയ്യത്തിന് ഭാരമില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയോ? ചുമക്കുന്നത് മലക്കുകളാ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ചെറുപ്പക്കാരാ, ഖുർആനിനെ സ്നേഹിച്ചാൽ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്താൽ നിനക്ക് റബ്ബ് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഒരുമടാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ല, സൗദിയുടെ രാജാവൻ ആര് വരുമെന്നറിയോ? ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന പടച്ച റബ്ബിന്റെ മലക്കുകളുണ്ടല്ലോ. അവരാകാശ ലോകത്ത് നിന്നിറങ്ങി വരികയാ. എന്തിനെന്നറിയോ? നിന്റെ ജനാസ കബറടക്കാ, നിന്റെ ജനാസ ചുമക്കാ, നിന്റെ ജനാസ നിസ്കരിക്കാ. അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. സഹാബാ, മലക്കുകൾ കാരണം തലം കെട്ടിയുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുമ്പോ മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച മക്കളെ മണ്ണ് തിന്നില്ലല്ലോ, മണ്ണ് തിന്നില്ലല്ലോ. കബറിനകത്ത് കൊണ്ടുവച്ചാല് മണ്ണ് തിന്നാത്ത ശരീരങ്ങളിൽ പെട്ടതല്ലേ ഈ നിരന്നിരിക്കുന്ന മക്കള്. നിന്റെ പൊന്നുമോനെ തൊടണമെങ്കിൽ ഉളുവെടുക്കണമല്ലോ. ായ മക്കളെ തൊടണമെങ്കിൽ, മുഫസ്സിരീങ്ങളെ പടച്ചവര് മഹത്തുക്കളെ പറയുന്നവരവരെ തൊടണമെങ്കിൽ ഉളുവെടുക്കണമെന്നാണ്. ഇവരെ മണ്ണ് തിന്നില്ലല്ലോ, ഇവരുടെ പുഴുക്കൾ തിന്നില്ലല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് എത്ര മഹത്വമെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സഅദ് തങ്ങൾക്ക് ഖബർ കുടിക്കുകയാ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ഖബറടക്കാൻ ഖബർ കുടിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മണ്ണിനു പോലും സുഗന്ധമാ, മണ്ണിനു പോലും സുഗന്ധമാ. ഇവിടെ ഖബർ കുടിക്കുന്ന മനുഷ്യനെ അറിയുമെങ്കിൽ നീ ചോദിച്ചു നോക്ക്, ആരുടെയെങ്കിലും മയ്യത്ത് ഖബറടക്കാൻ ഖബർ കുടിച്ചപ്പോ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്ക സഹോദരാ. സഅദ് തങ്ങളുടെ ജനാസ ഖബറടക്കാൻ ഖബർ കുടിക്കുന്ന മനുഷ്യൻ പറയുകയാ, വല്ലാത്ത സുഗന്ധമാ. അവസാന ഖബറിനടിയിൽ നിന്ന് മണ്ണ് വാരുകയാണ്. അവസാനം ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെച്ച് ആരും കാണാതെ അവസാന ഖബറടക്കിയിട്ട് തന്റെ വീട്ടിൽ ചെന്നു നോക്കുമ്പോ കസ്തൂരി വാസിക്കുന്നത് പോലെ കസ്തൂരിയുടെ വാസനയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിലെ മണ്ണിന്. ആ മനുഷ്യന് വല്ലാത്ത അത്ഭുതമായി. അവസാനം രാത്രിയിൽ അവിടുന്ന് സ്വപ്നം കാണുകയാ. സഅദ് തങ്ങളെ സ്വപ്നം കണ്ടു. സഅദേ, നീ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമായിരുന്നല്ലോ. മലക്കുകൾ വന്നല്ലോ, നിന്റെ ജനാസ മലക്കുകൾ ചുമന്നല്ലോ. നിന്റെ ഖബറിനകത്തെ മണ്ണിനു പോലെ സുഗന്ധമായിരുന്നല്ലോ. സഅദേ, എങ്ങനെയാ സഅദേ ഈ പ്രതിഫലം കിട്ടിയത്? എങ്ങനെയാ സഅദേ? സഅദ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പും ഞാൻ ഓതിയ പരിശുദ്ധമായ ഖുർആൻ ഓതിയതിന് അല്ലാഹു എനിക്ക് തന്ന പ്രതിഫലമാ. പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഇതിനെക്കാളും നിനക്കെന്തേ വേണ്ടത്? ഇതിനെക്കാളും നിനക്കെന്ത് പ്രതിഫലമേ വേണ്ടത്? അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാര്, അവസാനത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ
അള്ളാന്റെ സ്വർഗമാ, അള്ളാഹുവിന്റെ സ്വർഗമാ. നിന്റെയും സ്വർഗത്തിന്റെ ഇടയിൽ ഒരേ ഒരു മറയേ ഉള്ളൂ. ഈ ആയത്തോതുന്നവനുണ്ടല്ലോ, ഇവന്റെയും സ്വർഗത്തിന്റെയും ഇടയില് ഒരു മറയല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു. ഈ ആയത്ത് ഓതുന്ന മനുഷ്യന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒറ്റ മറയേ ഉള്ളൂ. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കണം. മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റും. അപ്പോ നിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറ. ഏതു മറ? മരിക്കുക, പോകുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി പറ, ഓതുവോ? ഏതായത്ത? ആയത്തുൽ കുർസി. ഏതായത്ത്? ഓത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യസ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ ഒരൊറ്റ ആയത്ത് ഓതിയാൽ നിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒറ്റ മറ. മരിക്കുക, പോകുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ചെറുപ്പക്കാര് ചിന്തിക്കും, എന്റെ പൊന്നടിയ, അപ്പൊ ഈ ഒറ്റ ആയത്ത് ഓതിയ സ്വർഗത്തിൽ പോകാമെങ്കിൽ ഇനിയിപ്പൊ നിസ്കരിക്കൊന്നും വേണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കുന്നവന്മാരുണ്ട്. ഇത് ഓതേണ്ടതപ്പോഴാ 5 നേരം നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിലിരുന്ന് നിന്നെ വിറ്റ കാശ് അല്ലാടുത്തുണ്ട്. എവിടെ ഓതണ്ടേ? 5 വഖത്ത് നിസ്കരിക്കുക, നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് ആയത്തിൽ കുർസി ഓതുക. ഇനി സ്വർഗത്തിൽ വെച്ച് കാണാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സമയം 10:30 ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. വളരെ സന്തോഷം. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ, ഹാജിയാർ ഒരു ഫോണിലൂടെയാണ് വിളിച്ചത്. അൽഹംദുലില്ലാ. എങ്കിലും അൽഹംദുലില്ലാ, ഈ സ്ഥാപനത്തിൽ പണ്ട് കബീർ ഉസ്താദ് ഇരിക്കുന്ന സമയത്തൊക്കെ ഈ സ്ഥാപനത്തിൽ വന്ന് ഞാൻ ഒരുപാട് അവിടുത്തെ മുകളിലത്തെ റൂമിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുട്ടികളോടൊപ്പം ഇവിടെയൊക്കെ വന്ന സമയം ചെലവഴിക്കുകയും അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇന്ന് മനോഹരമായ രീതിയിൽ അൽഹംദുലില്ലാ ഈ സ്ഥാപനം അല്ലാഹു ഈ നാടിൻ്റെ വെളിച്ചമായി അല്ലാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ.